എന്താ പട്ടികളെ ഒളിച്ചോടി പോകാന്നാണോ? ചേട്ടാ പ്ലീസ് ഏട്ടാ, ഞങ്ങളിപ്പോ ചെയ്യരുത്. അയ്യോ എന്റെ പിള്ളേരുടെ നീ കൈവെക്കുമല്ലോ. കളിക്കാൻ കണ്ട സ്ഥലം ചെല്ലട്ടെ. ഞാൻ ചോദിച്ചത് തന്നെയാ മറ്റു തള്ളമാരും ചോദിക്കുന്നത്. പിള്ളേരെങ്ങോട്ട് പോയി? ഇത്രയും നേരം പറഞ്ഞത് മനസ്സിലായില്ലേ? ഭാർഗവേട്ടന് എന്തു ഭ്രാന്താണ് ഈ പറയുന്നത്? പിള്ളേർ ഈ പ്രായത്തിൽ കുരുത്തക്കേട് കാണിച്ചെന്നിരിക്കും. അതിന് വിസ്താരമൊന്നും വേണ്ട. ഇക്കാര്യത്തിൽ എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. ദേഷ്യം തോന്നുന്ന ന്യായം. എന്നാലും മതി, ഇനി ഇക്കാര്യം മിണ്ടിപ്പോകരുത്. മക്കളില്ലാത്തവരും ജീവിക്കുന്നുണ്ട്. കള്ളം പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാമെന്ന് നോക്കണ്ട. ആ ആമ്പിള്ളേര് താമസിക്കുന്ന വീട്ടിൽ 4-5 പ്രാവശ്യം പോയിട്ടുണ്ടെന്നാണല്ലോ ഞങ്ങൾ കിട്ടിയ അറിവ്, അല്ലേ? ആ പിള്ളേർ അവരുടെ അച്ഛന്മാരോട് സമ്മതിച്ചതാ. ഭാർഗവൻ ഇപ്പൊ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്തിനാ പോയതാ? കോളേജിൽ നിന്ന് ഈ വീട്ടിലേക്കല്ലാതെ മറ്റെങ്ങോട്ടും പോയിട്ടില്ല. അവരെവിടെ താമസിക്കുന്ന പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളും കൂടെ വരാം. നമുക്ക് അവരോട് പോയി നേരിട്ട് ചോദിക്കാം. ഞങ്ങൾ പറയണ കള്ളാണെന്ന് തെളിഞ്ഞാ ഞങ്ങൾ കൊന്നോ? അവരിങ്ങനെ ഒരു കള്ളം പറഞ്ഞത് നമ്മുടെ കുട്ടികളല്ലയോ? സത്യമായിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അവര് പറഞ്ഞത് കറക്റ്റാ. ഹായ്, എന്താടാ പരിപാടി? നിങ്ങളെ ഒന്നും കാണാനില്ലല്ലോ. അതെ, ഞങ്ങൾ സ്വന്തമായിട്ട് ചില ബിസിനസ് ഒക്കെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. അല്ലടാ? അതെ അതെ അതെ,
ഇവിടുത്തെ MD ആളെങ്ങനെ? ഇപ്പം ഗൗരവക്കാരനാ. എന്താ? അല്ല, ഞങ്ങൾക്കൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അകത്തുണ്ട്. ശരിടാ, ശരി. ഹലോ പറഞ്ഞോ. അല്ല, ഇതാര് പീയൂഷ് പൂതാൻ പറഞ്ഞോ? പൂതാപറില്ല, പെയ്താപ്പർ. നിങ്ങളെന്താ ഇവിടെ? ഞാനോ ഐക്യു ടോപ്പർ, കൂളിംഗ് ഗ്ലാസും കെയർഫ്രീ എല്ലാം ഉപയോഗിച്ചു. അപ്പൊ മാഷേ, ഇതിപ്പോ എന്താ പരിപാടി? ഇതിപ്പോ തലച്ചോർ റിപ്പയറിംഗ് അല്ലേ? ആ ഇത് കണ്ടില്ലേ? അല്ല, അപ്പൊ താൻ ഇതൊക്കെ പഠിച്ചിട്ടാണോ മറ്റേ തട്ടിപ്പായിട്ടൊക്കെ നടന്നത്? തട്ടിപ്പല്ല, മൊബൈൽ വാടിയപ്പോ അത് നിർത്തി. പിന്നെ വിൽക്കാണ്ട് ബാക്കി വന്ന മരുന്ന് മുഴുവൻ ഞാൻ അങ്ങോട്ട് കഴിച്ച് തലച്ചോറ് കയറ്റി അങ്ങോട്ട് വികസിച്ച് ഇപ്പൊ കമ്പ്യൂട്ടറൊക്കെ പാസ്സാണ്. അല്ല, നിങ്ങളെന്താ ഇവിടെ? MD ഒന്ന് കാണാൻ വന്ന. എന്തേ? MD ഒന്ന് കാണാൻ വന്ന പൂതാമ്പര. ബിസിനസ് നടക്കട്ടെ. ഇന്നത്തെ കാർഗുൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കും. വേണ്ട സാർ, ഞങ്ങൾ നിന്നോളാം. സാർ, ഞങ്ങളൊരു ജോലിക്കായിട്ട് വന്ന. ജോലിക്കോ? ഞാൻ ഏടൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അതല്ല, പുതിയ സ്ഥാപനമായതുകൊണ്ട് ആളെ വേണ്ടി വരുമായിരിക്കല്ലോ. എനിക്ക് ആവശ്യമുള്ള സ്റ്റാഫിനെ എടുത്തു കഴിഞ്ഞു സാർ. ഞങ്ങൾ ട്രെയിനികളായി ജോയിൻ ചെയ്യും. ഐ എം സോറി, തൽക്കാലം ഞാൻ ഹെൽപ്ലെസ് ആണ്. എനിക്ക് അല്പം തിരക്കുണ്ട്. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ സാർ, ഇവരെന്റെ കോളേജ് മേറ്റ്സാ. അതുകൊണ്ട് വരുന്നവർക്കൊക്കെ ഇവിടെ ജോലി കൊടുക്കണമെന്നുണ്ടോ? ഓക്കേടാ. ആശാനെ, എന്താ വേണ്ട? ഞങ്ങൾ വെറുതെ എങ്ങനെ ഇവിടെ? അങ്ങനെ ആരും വെറുതെ വരാറില്ല. ഞങ്ങൾ ഒരാവശ്യത്തിന് കാണാമെന്നതാ. മനസ്സിലായി. കുറച്ച് അടിയും തടവൊക്കെ പഠിച്ച ആരെയും തല്ലി വീഴ്ത്താന്ന് മനസ്സിൽ കാണുന്നുണ്ടല്ലേ? പക്ഷേ ഞാനിവിടെ ആരെയും തല്ലാനും ആക്രമിക്കാനും കൊല്ലാനും യുദ്ധം ചെയ്യാനും പഠിപ്പിക്കുന്നില്ല. അയോധന കലകളിലൂടെ യുവാക്കളെ മാനസികവും ശാരീരികവുമായി പക്വത പഠിപ്പിക്കുക. അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്ന് തോന്നിയല്ലോ, അത് കൊള്ളാം. നിങ്ങൾക്ക് തരാൻ പറ്റിയ ജോലി എന്റെ കയ്യിലില്ല. നിൽക്കൂ. ആഹാരമൊക്കെ നന്നായിരുന്നോ? ഇനി വേണമെങ്കിൽ അരക്കി നോക്കാലേ. ആ പിള്ളേരൊന്ന് വിളിക്കട്ടെ. ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. നിങ്ങൾ അതങ്ങനെ മറന്നുകളാ. നിങ്ങളെപ്പോലെ എനിക്ക് ശവിക്കപ്പെട്ട ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. മാംസപേശികളുടെ കരുത്ത് കൊണ്ട് എന്തും നേടാമെന്ന് അഹങ്കരിച്ചവരാണ് ഞാൻ. ഈ കൈകൾ കൊണ്ട് ഒരുപാട് പാവങ്ങൾ അടിച്ചൊതുക്കിയിട്ടുണ്ട്. പണക്കാർക്ക് വേണ്ടി നടു റോട്ടിലിട്ട് ഞാൻ തല്ലിയ ഒരു നിരപരാധിയായ ചെറുപ്പക്കാരൻ എന്റെ വീടിന്റെ മുറ്റത്ത് ആത്മഹത്യ ചെയ്തു. അതോടുകൂടി മുടിഞ്ഞ എല്ലാ പരിപാടിയും ഞാൻ നിർത്തി. ആ ചെറുപ്പക്കാരന്റെ പെങ്ങളാണ് ഈ നിൽക്കുന്ന എന്റെ ഭാര്യ. അച്ഛന്മാർക്ക് സമ്പത്തും പദവികളും ഉണ്ടെന്ന അഹങ്കാരമാണ് നിങ്ങളെയും വഴിതെറ്റിച്ചത്. ആശാനെ, സത്യത്തിൽ എന്താ പറയണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. ഇനി ഞങ്ങൾ എല്ലാത്തിനും പശ്ചാത്തപിക്കുക. അത് നന്നായി. തെറ്റുകൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കിയല്ലോ. അച്ഛനമ്മമാരുടെ മുന്നിൽ അധ്വാനിച്ച് ജീവിച്ചു കാണിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ആശാന് ഞങ്ങളുടെ അവസ്ഥ അറിയാലോ. എന്ത് കഠിനാധ്വാനം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. എന്റെ ഒരു സുഹൃത്തിന്റെ ബംഗ്ലാവ് ഇവിടെ ഒഴിഞ്ഞിടപ്പുണ്ട്. അവനങ്ങ് അമേരിക്കയില. അതൊരു പേയിങ് ഗസ്റ്റ് ഹൗസ് ആക്കി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗമാവും. എന്തേ?